എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ വ്യത്യസ്തമായ ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വർണ്ണാഭമായ ഇക്കോ ഷോപ്പ് ഒരുക്കി വനം വന്യജീവി വകുപ്പ്. തേൻ, കുന്തിരിക്കം, കസ്തൂരിമഞ്ഞൾ, പുൽത്തൈലം, ഇഞ്ച, ധാന്യങ്ങൾ തുടങ്ങി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇക്കോ ഷോപ്പിലൂടെ ആകർഷകമായ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും. ആദിവാസി സമൂഹത്തിന്റെ ഭക്ഷണരീതിയും സംസ്കാരവും പരിചയപ്പെടുത്തുകയും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കോ ഷോപ്പ് സജ്ജീകരിക്കുന്നത്. പറമ്പക്കുളത്തെ തദ്ദേശീയര് അവർ സ്വയം കാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവന്ന വിഭവങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ തേന്, കുന്തിരിക്കം, അതുപോലെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ, പൂപ്പാറയിൽ നിന്നുള്ള ജൈവ കുരുമുളക് എന്നിവയൊക്കെയാണ് ഇവിടെ നിലവിലുള്ളത്. അതുപോലെ തന്നെ പറമ്പക്കുളത്തിൻ്റെ ട്രേഡ് മാർക്കായ അതുപോലെ അവിടുത്തെ ബനിയനുണ്ട്, തൊപ്പിയുണ്ട്, ടീഷർട്ടുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അവിടുത്തെ നമ്മുടെ തദ്ദേശീയരെ അവരുടെ സ്വയം നിർമ്മിച്ച് കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ വിൽക്കുന്നതിലൂടെ അവരുടെ ഉന്നമനം കൂടിയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. പാലക്കാട് ജില്ലയിൽ വനം വകുപ്പ് നടപ്പിലാക്കുന്ന നേട്ടങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ആകർഷകമായ പ്രദർശനവും സ്റ്റാളിലുണ്ട്. കേരളത്തിന്റെ ഇക്കോ ടൂറിസം സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളും യാത്രാപ്രേമികൾക്കായി ബുക്കിംഗ് സൗകര്യമുള്ള ഹെൽപ്പ് ഡെസ്കും ലഭ്യമാണ്. ഇതോടൊപ്പം ചെറിയ ചന്ദനത്തടി കഷ്ണങ്ങൾ വാങ്ങാനുള്ള അവസരവും മരം ലേലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്റ്റാളിൽ ലഭിക്കുന്നു. സൈലന്റ് വാലിയിൽ മാത്രം കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് കിട്ടുന്നത് അവിടുത്തെ തേനാണ്. എന്താ കാണിച്ചാൽ ഈ മറ്റുള്ള ഏത് കാറിനെ അപേക്ഷിച്ചും ഒരു 10-20 കിലോമീറ്ററിനുള്ളിൽ, ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിനുള്ളിൽ ഒരു നാട് വരും. സൈലന്റ് വാലിക്ക് 20 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു നാട് വരുന്നത്. അപ്പോൾ അത്ര ഉള്ളിലുള്ള ഇതാണ്. അത് കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഇതാണ് തേന്. പിന്നെ കുന്തിരിക്കം, കൊടംപുളി, ഇതൊക്കെ അവിടുന്ന് ഉൾക്കാടുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മനുഷ്യ പാമ്പ് സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ജീവൻ രക്ഷിക്കാനുമുള്ള ആധുനിക മാർഗമായ സർപ്പ ആപ്പ് പരിചയപ്പെടുത്തുന്നതിനും ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യവും വനംവകുപ്പിന്റെ സ്റ്റാളിലുണ്ട്. കൂടാതെ പരിസ്ഥിതി പ്രധാനമായ പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ വിജയികളാവുന്ന 3 പേർക്ക് വീതം വനംവകുപ്പിന്റെ 3 എക്കോ ടൂറിസ്റ്റ് പോയിന്റിൽ സൗജന്യമായി യാത്ര പോവുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നമ്മൾ വനംവകുപ്പ് നൽകുന്ന സേവനങ്ങൾ ഒറ്റ ജാലകത്തിലൂടെ ആളുകൾക്ക് അവൈലബിൾ ആണ്. ആളുകൾക്ക് അതിനുള്ള ഹെൽപ്പ് ഡെസ്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെല്ലാ എക്കോ ടൂറിസം പോയിന്റുകൾ, വനംവകുപ്പിന് എല്ലാ സേവനങ്ങളും അവിടെ നമുക്ക് ലഭ്യമാണ്. സർപ്പ ആപ്പ് അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാണ്. പിന്നെ നമ്മൾ നടത്തുന്നത് ഒരു പ്രശ്നോത്തരി ക്വിസ് പ്രോഗ്രാമാണ്. അതായത് നമ്മൾ പാരിസ്ഥിതികമായ ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിൽ ഉത്തരം പറഞ്ഞ ആളുകൾക്ക് നമ്മൾ 3 എക്കോ ടൂറിസം പോയിന്റുകളിൽ അവർക്ക് പ്രവേശനം ഫ്രീ ആണ്. പരമാവധി വനംവകുപ്പിൻ്റെ സേവനങ്ങൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സ്റ്റാളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. UTV ന്യൂസ്, പാലക്കാട്.